നമ്മുടെ ട്രിപ്പ് വേളാങ്കണ്ണിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൂപ്പാറയിലാണ്. പൂപ്പാറ, ബോഡിമെട്ട്, പിന്നെ തേനി ഇറങ്ങി ആണ് നമ്മൾ പോകുന്നത്. പൂപ്പാറ ചെറിയൊരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് നോക്കി. നല്ല ഉറക്കമായിരുന്നു. ഉണ്ട്. Bingo, bingo, daddy. Bingo തേനി ബൈപ്പാസിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തേനി ടൗണിലേക്ക് നമ്മൾ കയറുന്നില്ല, സൈഡിൽ കൂടെ പോകാൻ. ഇത് മുമ്പുണ്ടായിരുന്നു, ഇത് പുതിയ വഴിയല്ല, പുതിയ വഴിയാണ്. നമ്മൾ ടൗണിൽ പോയി അല്ലെങ്കിൽ ടൗണിൽ കൂടെ പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി? ദേവദാനപ്പട്ടിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കും. ജിഷ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചനുണ്ട്, ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. നികത്ത് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. ഈ വക കാഴ്ചകൾ മൊത്തം തമിഴ്നാട്ടിൽ മാത്രമേ കാണൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇടയിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഒരു ഹോട്ടലാണ്. തമിഴിലാണ് പേര് തമിഴിൽ എഴുതി വെച്ചാണ്, ഏതാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇവർ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഓപ്പോസിറ്റ് ഒരു തെങ്ങും തോപ്പ് വന്നു വേണ്ട. കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. തമിഴ്നാട്ടിലെ ചൂടല്ല, നല്ല ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അത് കാരണം വലിയ ചൂടൊന്നുമില്ല, നല്ല ക്ലൈമറ്റുമാണ്. ഇവിടെ കുറച്ച് പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ക്രിക്കറ്റ് നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. അത് കാരണം കളിച്ചിട്ട് പോവാം. ഫോട്ടോ എടുത്തോട്ടെ ഇപ്പോഴും അത് ആ വീട്ടിനകത്ത് മുഴങ്ങുന്നുണ്ട്. അവിടെ
ഏകദേശം ഒരു 600 രൂപത്തോളം നമ്മൾ സേവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ടോളൊക്കെ രക്ഷപ്പെട്ട് ഗാന്ധിനഗർ എത്തിയിരിക്കുന്നു. ഇടിക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റ് ആയി മാറും. അപ്പൊ ഗൈസ് നമ്മള് ഒരു പാലത്തിന്റെ അവിടെ നിർത്തിയതാണ്. ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തതല്ലേ, നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ഒരു പോണ്ടാണ്, പുല്ലിന്റെ അടിയിലാണ് പാട്. നല്ല ക്ലൈമറ്റാ, വെയിലൊന്നുമില്ല. ഞങ്ങൾ 5:30 കഴിഞ്ഞു കൊക്കുണ്ട്. വെള്ളമാണ്. അപ്പുറത്തെ സൈഡിലേക്ക് നെൽകൃഷി അടിക്കും. എന്നാ രസമല്ലേ കാണാൻ. അപ്പൊ സൈഡ് മൊത്തം വെള്ളമാണ്. വേണ്ട, ഈ സൈഡ് മൊത്തം പാടം. അപ്പോൾ ഫുഡ് അടിക്കാൻ പോയാണ്. ഫുഡും ദിശ കരുതിയിട്ടുണ്ട്. ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല. ഇവിടെ മഴ പെയ്തായിരുന്നു, കണ്ട വെള്ളത്തിന്റെ കളറും ഒക്കെ. ചെറുതായിട്ട് മഴത്തുള്ളികൾ പെയ്യുന്നുണ്ട്. പൊളിയില്ലേക്ക അതിപ്പോൾ ഈ ഫ്രഷായിട്ട് മഴ പെയ്ത് ഒഴുകി വന്നേക്കണ വെള്ളം അതാണ് ആ കളർ അങ്ങനെ വന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്തും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് പാടം കൃഷിയും കാര്യങ്ങളൊക്കെ വേണ്ട. സൂപ്പർ. തമിഴ്നാട്ടിൽ ഉൾവഴി കൂടെ തന്നെ വരണം, എന്നാലേ അത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ അത്രയും കാണാൻ, പക്ഷേ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ ഉൾവഴി കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് കൃഷി സ്ഥലങ്ങൾ എല്ലാം കാണാൻ പറ്റും. അതായത് ഇവിടുത്തെ ഒരു റോ ലൈഫ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉൾവഴി കൂടെ പോയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നാഗപട്ടണമായിട്ടില്ല, ഇനിയുണ്ട് പോകാനായിട്ട്. 26 കിലോമീറ്റർ ഉണ്ട് വേളാങ്കണ്ണി എത്താനായിട്ട്. ഇപ്പം എക്സ്പ്രസ് ഹൈവേ ഒക്കെ മാറി മഴ പെയ്യപ്പോൾ മഴയും ചാറുന്നുണ്ട്. ഈ വണ്ടി നമ്മൾ എവിടെയോ കണ്ടതല്ലേ? ആ, ഇത് നമ്മൾ വണ്ടിയിലുണ്ടായിരുന്ന വണ്ടി നേരത്തെ എക്സ്പ്രസ് ഹൈവേ. ഇതായിരുന്നോ? ഇതിന് അങ്ങനെ വേളാങ്കണ്ണി എത്തി. ഇനി റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി പോയാണ് ഞങ്ങൾ. നേരത്തെ നമ്മൾ റൂം ബുക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിട്ട് റൂം ബുക്ക് ചെയ്യാൻ നോക്കും. ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട്, നല്ല ക്ലൈമറ്റ് വേണം.
അപ്പോൾ RCC ബ്ലോക്ക് 4 നമുക്ക് റൂം കിട്ടി. വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ലഗേജ് എല്ലാം റൂമിൽ കൊണ്ടിട്ടു. നേരെ റൂമിലേക്ക് പോവുകയാണ്. ഫ്രഷായിട്ട് പള്ളിയിൽ പോകും. നല്ല തണുത്ത കാറ്റാവും വീശിക്കൊണ്ടിരിക്കുന്നത്. ആഹാ, നല്ല ക്ലൈമറ്റ് ആണ്. ഞാൻ ഏകദേശം 8-10 വർഷം കൊണ്ടായി വന്നിട്ട് വേളാങ്കണ്ണിയിൽ. കുറേ ട്രൈ ചെയ്തു, വരാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സം. ഇവൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു. ഞങ്ങൾ ജനുവരി 1-ാം തീയതി വരാൻ വേണ്ടി എല്ലാം ഫിക്സ് ചെയ്താണ്. അപ്പോൾ ജലദോഷം പനിയും പിടിച്ച് അതും ക്യാൻസലായി. പിന്നെ ഇപ്പോഴാണ് വരുന്നത്.